പ്രതിവർഷം 80 ലക്ഷം പേരുടെ ജീവനെടുക്കുന്ന ലഹരി. ലോകമെങ്ങും വർദ്ധിക്കുന്ന ഉപഭോഗം. പുകയിലേക്ക് ചീത്തപ്പേര് കിട്ടാൻ മറ്റ് കാരണങ്ങൾ ചികയേണ്ട കാര്യമില്ല. എന്നാൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പുകയിലയുടെ ഉപയോഗം. ഔഷധ ഗുണം മാത്രം നോക്കിയായിരുന്നു പുകയില ഉപയോഗിച്ചു തുടങ്ങിയത്. പിന്നീടാണത് ആളെക്കൊല്ലിയാണെന്ന് തിരിച്ചറിഞ്ഞതും ഉപയോഗത്തിന് നിയന്ത്രണം വരുന്നത്. നിങ്ങൾ അറിഞ്ഞോ പുകയില ഉപയോഗത്തിന്റെ ചരിത്രം? അത് 16-ാം നൂറ്റാണ്ടിൽ ആരംഭിക്കുന്നു. ക്യൂബയിലെത്തിയ ഇറ്റാലിയൻ നാവികനായ ക്രിസ്റ്റഫർ കൊളംബസ് അവിടുത്തെ ആളുകൾ ഒരുതരം ചെടിയുടെ ഇല ചുരുട്ടിക്കത്തിച്ച് അതിന്റെ പുക ശ്വസിക്കുന്നതായി കണ്ടു. താൽക്കാലിക ഉന്മേഷത്തിന് അത് നല്ലതാണെന്ന് കണ്ടെത്തിയതോടെ അവരും അത് ഉപയോഗിച്ചു തുടങ്ങി. കൊളംബസിന്റെ യാത്രയിലൂടെ പുകയില ഉപയോഗം യൂറോപ്പിലേക്കും അമേരിക്കൻ വൻകരകളിലേക്കും എത്തിയെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ 16-ാം നൂറ്റാണ്ടോടെ പുകയില ലോകമെമ്പാടും പ്രചാരത്തിലായി. പുകയില ചെടിയുടെ ഇല ഉണക്കി കത്തിച്ചു വലിച്ചും ചവച്ചും പൊടി രൂപത്തിൽ മൂക്കിലേക്ക് വലിച്ചുമൊക്കെ ഇവ ഉപയോഗിച്ചു തുടങ്ങി. സർവ്വരോഗത്തിനുമുള്ള പ്രതിരോധ ഔഷധമായാണ് പുകയിലയെ ആദ്യകാലങ്ങളിൽ പരിഗണിക്കപ്പെട്ടത്. തലവേദന, ജലദോഷം, വ്രണങ്ങൾ, ദഹനക്കുറവ്, വയറുവേദന, വാദം, നീര് എന്നിങ്ങനെയുള്ള രോഗങ്ങൾക്ക് പുകയില ഉൾപ്പെട്ട ഔഷധങ്ങൾ ഉപയോഗിച്ചിരുന്നു. ശരീരത്തിന്റെ ക്ഷീണാവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് ഉണർവുണ്ടാക്കാൻ സാധിക്കുന്ന ഘടകം എന്നതായിരുന്നു പുകയിലയുടെ പ്ലസ് പോയിന്റ്. എന്നാൽ പുകയിലയുടെ സ്വാഭാവിക ഉപയോഗത്തിന് ഔഷധ ഗുണമുണ്ടെന്ന പ്രചാരത്തിന് ശാസ്ത്രീയമായ അടിസ്ഥാനമൊന്നുമില്ലായിരുന്നു. 17-ാം നൂറ്റാണ്ടോടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും വ്യാവസായിക അടിസ്ഥാനത്തിൽ പുകയില കൃഷി ചെയ്യാൻ തുടങ്ങി. ചുരുട്ട്, സിഗരറ്റ്, ബീഡി എന്നിങ്ങനെ പുകയുള്ളതും പുകയില്ലാത്തതുമായ രീതിയിൽ അവയുടെ ഉപയോഗം വ്യാപകമായി. 18-ാം നൂറ്റാണ്ടോടെ പുകയിലയുടെ ദോഷവശങ്ങൾ ശാസ്ത്രീയമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു തുടങ്ങി. പുകയില ഉപഭോഗം ക്യാൻസറിനും ഹൃദ്രോഗത്തിനും കാരണമാകുന്നതായി 1990-കളിൽ കണ്ടെത്തിയതോടെ പുകയില ഉപയോഗത്തിന് പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ വന്നു തുടങ്ങി. പുകയിലയിൽ അടങ്ങിയ അപകടകാരികളായ ഒട്ടനവധി ഘടകങ്ങളിൽ നിക്കോട്ടിൻ എന്ന ആൽക്കലോയിഡാണ് പ്രധാന വില്ലൻ. പുകയിലയുടെയും പുകയില ഉൽപ്പന്നങ്ങളുടെയും ലഹരിദായക സ്വഭാവത്തിന് കാരണം നിക്കോട്ടിനാണ്. സാധാരണ ശ്വാസകോശ രോഗം മുതൽ മരണകാരിയായ അർബുദം വരെയാണ് അതിന്റെ ഫലം. അതുകൊണ്ട് സുരക്ഷിതമായ പുകയില ഉപയോഗം എന്നൊരു സംഗതി സാധ്യമല്ല. ആയുർവേദത്തിലും ഹോമിയോപ്പതിയിലും പുകയിലയുടെ ഔഷധ ഗുണം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പുകയില കഷായം പോലുള്ളവ ജൈവ കീടനാശിനികളായും ഉപയോഗിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് എന്തൊക്കെ ചെയ്യാനാകുമെന്ന തരത്തിലുള്ള ഗവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ ഭൂമിയിലോ അതിനപ്പുറത്തുള്ള ലോകത്തേക്കോ പുകയില ഔഷധമെന്ന രീതിയിലുള്ള ഉൽപാദനം വ്യാപിച്ചേക്കുമെന്നും അഭിപ്രായങ്ങളുണ്ട്. പരമ്പരാഗത കീമോതെറാപ്പിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പാർശ്വഫലങ്ങൾ കുറവായതിനാൽ ക്യാൻസർ കോശങ്ങളെ ചെറുക്കുന്നതിന് രോഗപ്രതിരോധ സംവിധാനങ്ങളെ സഹായിക്കുന്നതിനാലും ഇത്തരം വസ്തുക്കൾ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു. HIV രോഗങ്ങൾക്കും എബോള വൈറസ് രോഗത്തിന് പോലും പുകയില ഉപയോഗിച്ചുള്ള ഇമ്മ്യൂണോ തെറാപ്പികളെ കുറിച്ച് നിരവധി ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ ശാസ്ത്രലോകത്ത് നടക്കുകയാണെന്നതും ശ്രദ്ധേയമാണ്. അപ്പോൾ പുകയിലയോ പുകയില ഉൽപ്പന്നങ്ങളോ കയ്യിലെടുക്കുന്നവർ ഇക്കാര്യങ്ങൾ കൂടി ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും.